ചെമ്പരത്തിപ്പൂവൊക്കെ ഇപ്പോഴും ഉണ്ടോ? മണ്ടുവോ? എന്താ മണ്ടുവോ, ശരീരത്തിന് എങ്ങനെ ഉണ്ട് ഇപ്പോ? പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് ഇപ്പോഴും മേടിക്കണില്ലേ? ഹാർട്ട് ഓപ്പറേഷനുള്ള പരിപാടി നമുക്ക് ഉടനെ ചെയ്യാട്ടോ. ഇനിയിപ്പം മരുന്ന് കഴിക്കലേ നടക്കുള്ളൂ എന്നൊക്കെയാ ഡോക്ടർ പറയണേ. എങ്ങനെയൊന്നും പറയരുത്. അതേ, ഞങ്ങളുടെ ഹിറ്റ്ലർ ക്ലബ്ബ് മണ്ടുവിന് ഒരു ധനസഹായം തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മോന് പഠനത്തിനുള്ള സഹായം. അപ്പൊ അതിന് വരണോ? അത് പറഞ്ഞു. അല്ല, പിന്നെ നമ്മുടെ മന്മതേട്ടൻ ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് ഗൾഫിന്നേ. അപ്പോ ആൾക്കും ആ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം തരണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ അന്ന് നടക്കും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ ചേട്ടനാണ് അന്ന് നിങ്ങൾക്ക് അത് തരണത്. ആള് വരാന്ന് ഏറ്റിട്ടുണ്ട്. വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി. അപ്പൊ ഇജ്ജും ചെക്കനും കൂടി അങ്ങോട്ട് വരിക. ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വിടും. ആ ഓട്ടോറിക്ഷ കയറി അങ്ങോട്ട് വന്നാൽ മതി. കുഴപ്പമൊന്നുമില്ല, ശരിയാവും കേട്ടോ. പോട്ടെ ഞങ്ങള്. ശരി എന്നാ. ആഹാ, ഇല്ല നടക്കണു. പ്രസിഡന്റ് അല്ലാതെ പ്രസിഡന്റാണല്ലോ. ആ, ഇന്ത്യൻ പ്രസിഡന്റ് അല്ലാന്നേ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആ, പിന്നെ നല്ല കാര്യം. അല്ല, ഇപ്പൊ നമ്മുടെ ഹലോ, മൈക്കിന് ശ്രദ്ധ പോരല്ലോ, സൗണ്ട് പോരാ മൈക്കിന്. ആ മൈക്കിൽ ആളെ വിളിച്ചൊന്ന് പറയും. ഹലോ ഹലോ. അയാളത് ഫിറ്റ് ചെയ്തിട്ട് പോയി അയാൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പേടിയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് വിളിക്കാം. ഹലോ 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 ഹലോ. ഞാൻ പറഞ്ഞതേ, ആ ലോഡിങ്ങുകാർ കുറച്ച് പേര് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്ന് ഇരുത്താൻ. അതെ, എന്താണ് ഇത്? കസാര ഇട്ടുണ്ടല്ലോ, കസാര ഇട്ടുണ്ടല്ലോ. അതെ, ഈ കസേരയിൽ ഇരിക്കാനുള്ള ആളെവിടെ? 3 മണിക്ക് പരിപാടി വെച്ചേക്കണം. ഇനി 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇനി എവിടെ നിന്ന് ആള് വരാന്? 10 മിനിറ്റ് ഇല്ലേ? നിങ്ങൾ നോക്കണം, 3 മണിയാകുമ്പോഴേക്കും ആള് ഫുള്ള് ബില്ലാവും. അല്ല, ഈ പ്രസിഡന്റ് എപ്പോഴാ പറഞ്ഞേ? പ്രസിഡന്റിനോട് 3 മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ എത്തിയ ആളില്ലാണ്ട് കാണുമ്പോൾ ഒരു സങ്കടം വേണ്ട വെച്ചിട്ട്. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഉണ്ണി ചായയും വടയും മേടിക്കാൻ വേണ്ടി പോകണ്ടല്ലോ. ഒരു സമൂസയും കൂടെ ആയിക്കൂടായിരുന്നോ? 2 കടിയൊക്കെ വേണം. ഹിറ്റ്ലർ ക്ലബിന് ദാരിദ്ര്യമേ പാടില്ല. ഒരു കാര്യം 2 വട വെച്ച് എല്ലാവർക്കും കൊടുത്തു. ആൾക്കാർ നിറം മനസ്സോട് വിടുന്നു പോണം. എല്ലാവരും എന്താ തുടങ്ങണില്ലേ? നമസ്തേ. 3 മണി ആയിക്കോട്ടെ. ചായ ഉണ്ടല്ലേ? കടിയുണ്ടാ? 2 കടിയുണ്ട്. 2 കടി എന്നാ എടുത്തോ. ചിലപ്പോ പോയി കളയും. അല്ലാതെ കൊടുത്തില്ലെങ്കിൽ ഇയാളും കൂടെ പോയാൽ പിന്നെ ഇവിടെ ഇരിക്കാൻ ആരുമില്ല. അതാ കൊടുക്കും. കൊടുത്തിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അതെ അതെ, ഇപ്പൊ തരാട്ടോ. ചായ ഇപ്പൊ തരാം. ഉണ്ണി പോയിട്ട് കൊണ്ടുവരാനേ. അതെ, എന്താണ് ഇവര് നടന്നു പറഞ്ഞേ? മൊയ്തു ഓട്ടോയിൽ കൊണ്ടുവരാനല്ലേ ഞാൻ പറഞ്ഞത്. ഓട്ടോന്റെ കാര്യം ഞാൻ മറന്നുപോയതാ. എന്താണ് മൊയ്തു ഇത്? ഇവര് 10 ആളിനടുത്ത് പറഞ്ഞാൽ എനിക്ക് നാണക്കേട്. അല്ല, നമുക്ക് തിരിച്ചു വരെ ടാക്സിയിൽ വിടാം. അത് മതി. സാധാരണ തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ സ്വാഗതം ചെയ്യും. അവിടെ അല്ല, അവരെ ഇവിടെ ഇരുത്തു. ആൾക്കാർ കാണട്ടെ നമ്മൾ ആർക്കാണ് സഹായം കൊടുക്കണെന്നുള്ളത് ആളറിയണ്ടേ. ഇങ്ങോട്ട് ഇരുന്നോളൂ. മനെ പിടിച്ചു അമ്മേനെ. അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ല, ഇത് അതിന് മുമ്പേ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാരും വെയിറ്റ് ചെയ്യണം. രോഗീനൊന്ന് കാണാനായിട്ട്. അത് പറഞ്ഞ എടുക്കൂ, എന്നിട്ട് സെൽഫി എടുക്കാം. ശരിക്ക് അല്ല, വേണ്ട, വിഷമിച്ചിരുന്നു. ആമുഖം പറഞ്ഞോളൂ. ഹിറ്റ്ലർ ചാരിറ്റി സൊസൈറ്റിയുടെ സൊസൈറ്റിയായ
ഹിറ്റ്ലർ ചാരിറ്റബിൾ സൊസൈറ്റി അത് പറയും. ഹിറ്റ്ലർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം. തെങ്ങിൽ നിന്നും വീണ് മരണപ്പെട്ട കണാറിന്റെ ഭാര്യയായ ഹൃദ്രോഗിയും നിരാലംബയുമായ അവർക്ക് ഒരു വലിയ സഹായം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഉദ്ദേശം. അവരുടെ മകനും ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ആ കുട്ടിക്ക് പഠിക്കുവാനുള്ള പഠനോപകരണങ്ങൾ ധാരാളം, ഒരുപാട് ചെറിയ ഒരു വലിയ സഹായം ഇവിടെ നൽകുന്നുണ്ട്. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും, വന്നിരിക്കുന്നവർക്ക് മാത്രം വടയും ചായയും ഇവിടെ ഇത് കഴിഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. 2 വട ഉണ്ടെന്ന് പറഞ്ഞോ? 2 വടയും ചായ, 2 വടയും ചായ.